ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഫുൾ എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ ഫുൾ ഇങ്ങനെ മദ്യപിച്ചിട്ട് ബോധമില്ലാതെയാണല്ലോ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ സമയം നമ്മുടെ സച്ചിയുടെ ഫോണ് ശ്രുതിയുടെ കയ്യിലാണുള്ളത്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ സച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റാനായിട്ട് ഓരോ അവസരങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ടെങ്കിലും ആ സമയത്തൊന്നും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ശ്രുതിയുടെ കോട്ടിൽ നിന്ന് നമ്മുടെ സച്ചിയുടെ ഫോണ് ശ്രുതി കൈക്കലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വീഡിയോ ശ്രുതിയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ആ വീഡിയോ നേരെ പോയിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ കയ്യിൽ കാണിച്ചിട്ട് നമ്മുടെ രേവതിയുടെ വീട്ടിൽ പോയി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും ചന്ദ്രമതി നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയമ്മയെ പോലീസുകാര് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രേവതി ആകെ തകർന്നു പോവാണ് കേട്ടോ. ആ കൂട്ടത്തിൽ നമ്മുടെ സച്ചിയും. കാരണം ഈ വീഡിയോ നമ്മുടെ സച്ചിയുടെ ഫോണിലാണല്ലോ ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ സച്ചി അങ്ങനെ വിട്ടുകൊടുക്കുമോ? ശ്രുതിക്കിട്ട് നല്ല 8ന്റെ പണി കൊടുത്തിട്ട് നമ്മുടെ രേവതിനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. എന്നാൽ ഈ സമയം രേവതി വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി വീട് വിട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ശ്രുതിയാണെങ്കിൽ സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷവുമാണ്. എന്തായാലും ആൻ്റണിക്കിട്ട് കൊടുക്കാനുള്ള ഒരു പിടിവള്ളിയായി തൻ്റെ കയ്യിൽ തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ഒരു രക്ഷയായിട്ടും ആ വീഡിയോ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി. അങ്ങനെ സച്ചിയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേ ദിവസം നന്നായിട്ട് മദ്യപിച്ചിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര തലവേദന എടുത്തിട്ട് രേവതിയോട് കോഫിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി പറയുന്നുണ്ട്, രേവതി സമയം ഇത്രയായിട്ടും എന്നെ ഇതുവരെ ട്രിപ്പിനാരും വിളിച്ചില്ലല്ലോ, എൻ്റെ ഫോൺ എന്തിയെന്ന് ചോദിക്കാണ് കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിൽ സച്ചി സ്ഥിരമായിട്ട് വെക്കുന്ന സ്ഥലത്തൊക്കെ പോയി ഫോൺ തപ്പുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും കാണുന്നില്ല. അങ്ങനെ സച്ചിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. രേവതി, നീ അടുക്കളയിലൊക്കെ ഒന്ന് പോയി നോക്കിയേ, അവിടെ എങ്ങും ഇല്ല സച്ചിയേട്ടാ, അവിടെ എങ്ങനെ വരാനാണെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, നീ ഒന്ന് പോയി നോക്കെന്നും പറഞ്ഞിട്ട് സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഒരു ഫോണല്ലേ പോയത്, അത് ഇവിടെ എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ എൻ്റെ ഫോൺ തൽക്കാലത്തേക്കിന് ഉപയോഗിക്കുക, സ്ഥിരമായിട്ട് വിളിക്കുന്ന കസ്റ്റമറുടെയൊക്കെ നമ്പർ വിളിച്ചിട്ട് ഈ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി ഭയങ്കര വയലന്റ് ആവുകയാണ് കേട്ടോ. അതെ, നിന്നോടൊന്നും പറഞ്ഞാൽ പറ്റില്ല, മനസ്സിലായില്ല, എനിക്ക് എൻ്റെ ഫോൺ തന്നെ വേണമെന്ന് പറഞ്ഞ് സച്ചി വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഫോൺ അന്വേഷിക്കുന്ന സമയത്ത് ശ്രുതിയാണെങ്കിലും ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ രേവതി, എന്താ തപ്പുന്ന? അത് സച്ചിയേട്ടൻ്റെ ഫോൺ കണ്ടില്ലെന്ന് പറയുന്നുണ്ട്. ഇന്നലെ എല്ലാവരും മദ്യപിച്ച് ബോധമില്ലാതെയല്ലേ വന്നത്, ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ വന്ന് ഓരോന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ സച്ചി കാണിക്കുന്നത്, ഈ ഹോളിലുള്ളത് മുഴുവൻ വലിച്ചു വാരി ഇടുവാണെന്ന് ചോദിക്കുന്നുണ്ട്. പാർലറേട്ടത്തി, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുക, ഒന്ന് മാറിപ്പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് സച്ചി ശ്രുതിയോടും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിൽ പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇന്നലെ ചിലപ്പോൾ ആ ഹോട്ടലിൽ മറന്നു വെച്ചിട്ടുണ്ടാവുമോ? അങ്ങനെയാണ് സച്ചി ആ കാര്യം ഓർക്കുന്നത്. ശരിയാണല്ലോ. രേവതി വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ സച്ചി മഹേഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ എൻ്റെ ഫോൺ കണ്ടില്ല, എന്തായാലും ആ ഹോട്ടലിലൊന്ന് പോയി നോക്കണം, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു എന്ന് പറയുന്നുണ്ട്. എടാ ഒരു ഫോണല്ലേ, അതിന് നീ ഒന്ന് വേറെ സിം എടുത്തിട്ട് ഒരു സെറ്റ് തൽക്കാലം ഒപ്പിച്ചാൽ പോരെ, അതിനിത്ര നീ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? എടാ മഹേഷേ, നിനക്കറിയാവുന്നതല്ലേ എൻ്റെ ഫോണിൽ അത്യാവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ സമയമാണ് മഹേഷ് ഓർക്കുന്നത്, നമ്മുടെ സച്ചിയുടെ ഫോണിൽ ചന്ദ്രമതിയുടെ പൈസ ശരത്ത് മോഷ്ടിക്കുന്ന ആ വീഡിയോ ഉണ്ടായിരുന്നെന്ന കാര്യം. ശരിയാണല്ലോ, നീ വാ, ഞാനും കൂടി വന്ന് അന്വേഷിക്കാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഫോൺ അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം ശ്രുതിയാണെങ്കിൽ നേരെ തന്നെ ആൻ്റണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആൻ്റണി, നീ പറഞ്ഞതുപോലെ ആ വീഡിയോ എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ. അപ്പോൾ ആണോ, എങ്കിൽ പിന്നെ അതിങ്ങ് പെട്ടെന്ന് തന്നേരെന്നും പറഞ്ഞിട്ട് ആൻ്റണിക്ക് ഭയങ്കര സന്തോഷവുമാണ്. അതെ, അതൊക്കെ ഞാൻ തരാം, എന്തായാലും നീ ഉദ്ദേശിച്ച വീഡിയോ കൃത്യസമയത്ത് നിന്റെ കയ്യിലെത്തും. അതിനു മുമ്പ് ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കാര്യം ആദ്യം ചെയ്യാന്ന് പറയണേ. അപ്പോഴേക്കും ആൻ്റണി പെട്ടെന്ന് അങ്ങ് വല്ലാതാവുന്നുണ്ട്. എന്താ ആൻ്റണി, എന്തെങ്കിലും താമസം ഉണ്ടോയെന്ന് ചോദിക്കുകയാണെ.
ഇല്ല, ആ നവീൻ ദാസിനെ എപ്പോൾ പിടികൂടി എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കാണുന്നോ അന്നേരം ഞാൻ ഈ വീഡിയോ ആൻ്റണിയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആൻ്റണി ആണെങ്കിൽ ആൻ്റണിയുടെ കൂടെയുള്ള ഗുണ്ടകളെയൊക്കെ വിളിച്ചിട്ട് നവീൻ ദാസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അവർ പോയി നവീൻ ദാസിനെ പിടികൂടുന്നുണ്ട്. ഈ സമയം സച്ചിയും മഹേഷും കൂടിയിട്ട് ഹോട്ടലിലെല്ലാം പോയി ഫോൺ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എങ്ങും കിട്ടുന്നില്ല. എന്നാൽ സച്ചിക്കാണെങ്കിൽ ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് ആവുകയാണ് കേട്ടോ. കാരണം ഭയങ്കര ടെൻഷനിലാണ്. അപ്പം മഹേഷ് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? എടാ മഹേഷേ, നിനക്കറിയാവുന്നതല്ലേ എൻ്റെ ആ ശരത്തിൻ്റെ ആ വീഡിയോ അത് ആരുടെയെങ്കിലും കൈ കിട്ടിയാൽ വൈറലെങ്ങാനോ ആയിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമായില്ലേ? ആ ഒറ്റ കാര്യം ഓർത്തിട്ടാടാന്ന് പറയുമ്പോൾ മഹേഷിനും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി എല്ലാം തപ്പിക്കഴിയുമ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്ന് മഹേഷ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോന്നേ. അങ്ങനെ നമ്മുടെ സച്ചിയും മഹേഷും കൂടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് സച്ചി പോലീസുകാരോട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഫോൺ എത്ര രൂപയുടെ? അത് സാർ ഒന്ന് വാങ്ങിയപ്പോൾ ഒരു 10,000 രൂപയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഓ, 10,000 രൂപയുടെ ഫോണിനാണോ നിങ്ങൾ ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത്? അതെ, എന്തായാലും നിങ്ങളുടെ ഫോൺ അന്വേഷിച്ച് തരാം, പിന്നെ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പോലീസുകാരെ നിസ്സാരമാക്കി പറയുന്നുണ്ടേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, സർ ഞാനൊരു ടാക്സി ഡ്രൈവറാണ്, അതിനകത്ത് ഒരുപാട് പേരുടെ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. എൻ്റെ ഫോണ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് പോലീസുകാർ പറയുന്നുണ്ട്, എന്തായാലും താനൊരു കംപ്ലൈൻറ്റ് കൊടുക്ക്, ഞങ്ങൾ ഉടനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ അറിയിക്കാമെന്നും പറഞ്ഞിട്ട് എല്ലാ ഡീറ്റെയിൽസൊക്കെ എഴുതി മേടിച്ചിട്ട് കംപ്ലൈൻറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയമാണെങ്കിൽ മഹേഷ് ആണെങ്കിൽ നമ്മുടെ സച്ചിയെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സച്ചിക്ക് ആകെ ടെൻഷനാണ് ആ ഒരു വീഡിയോയുടെ കാര്യം ഓർത്തിട്ടോ. ഈ സമയം നമ്മുടെ ആന്റണിയുടെ ഗുണ്ടകൾ പോയിട്ട് നവീൻ ദാസിനെ പിടികൂടുന്നുണ്ട്. നവീൻ ദാസിന്റെ കണ്ണൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ ഗുണ്ടകളെ ആന്റണിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം നവീൻ ദാസിനെ ആരാ തട്ടിക്കൊണ്ടു വന്നേന്നുള്ള വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ലല്ലോ. അങ്ങനെ ആന്റണി ആണെങ്കിൽ ശ്രുതിയെ പെട്ടെന്ന് തന്നെ വിളിച്ചു വരുത്തുന്നുണ്ട്. അതെ, നീ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് വീഡിയോ വേണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, അതെ ഞാൻ നേരിട്ട് കണ്ട് കാര്യങ്ങൾ എന്നും പറഞ്ഞിട്ട് ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവീൻ ദാസിനെ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഗോഡൗൺ ഉണ്ടല്ലോ, അവിടെ ശ്രുതിയും മീരയും കൂടി എത്തി മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗുണ്ടകൾ നമ്മുടെ നവീനെ കൊണ്ടുപോയിട്ട് ഒരു ഇരുട്ട് റൂമിലേക്ക് ഇങ്ങനെ അടച്ചിടുകയാണ്. എന്നാൽ മീര പറയുന്നുണ്ട്, അതെ അവനെ അങ്ങനെ അടച്ചിട്ടാൽ മാത്രം പോരാ, അവൻ്റെ കയ്യും കാലും തല്ലി ഒടിക്കുക വേണ്ടത്. അവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് അറിയാമെന്നൊക്കെ ചോദിച്ചിട്ട് മീര പറയുന്നുണ്ട്. എന്നാൽ ആന്റണി പറയുന്നുണ്ട്, അതെ അതിന് സമയമുണ്ടല്ലോ, 2 ദിവസം അവൻ എന്തായാലും ആ ഇരുട്ട് റൂമിൽ കിടക്കട്ടെ. നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് ആ വീഡിയോ താന്നിങ്ങനെ ആന്റണി പറയുന്നുണ്ട്. അങ്ങനെ ആന്റണി ശ്രുതി ഉദ്ദേശിച്ച കാര്യം നടന്നതുകൊണ്ട് തന്നെ ആന്റണിക്ക് ശ്രുതി ആ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ കിട്ടിയിട്ട് ആന്റണി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ആ സച്ചിയുടെയും രേവതിയുടെയും ഇപ്പോൾ പോരാഞ്ഞിട്ട് ആ ശരത്തിൻ്റെയും അഹങ്കാരം ഞാൻ ഇന്നത്തോടുകൂടി തീർക്കും. എടാ നീ ഇതേ ആ കഫേയിലെ പയ്യൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങിട്ട് വൈറലാക്കാൻ പറ. ഇത് എൻ്റെ ഫോണിൽ നിന്ന് പോയാലേ അവൻ സച്ചി തിരിച്ചറിയുമല്ലോ. അപ്പോൾ അതങ്ങനെ വേണ്ട, അവനെ കൊണ്ട് ഏൽപ്പിക്കുമെന്നും പറഞ്ഞിട്ട് ആ വീഡിയോ കൊടുത്തിട്ട് ഒരാളെ കഫേയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയമാണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ ഫോൺ കിട്ടിയോ? ഇല്ല രേവതി, ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കര വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഒരു നന്നായിട്ട് സച്ചി എന്തെങ്കിലും പറയാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ. ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട്, അതെങ്ങനെയാ കുടിച്ച് ബോധമില്ലാതെ 4 കാലിലല്ലേ ഇവനൊക്കെ നടക്കുന്നത്? ഈ നിൻ്റെയൊക്കെ ഫോണല്ല വേറെ എന്തെങ്കിലും പോയില്ലെങ്കിൽ സംശയമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി നന്നായിട്ട് ഇങ്ങനെ കുത്തി പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്ക് 2 ദിവസത്തേക്കിന് ഒരു തിരുപ്പതിയിൽ ട്രിപ്പുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സെല്ലാം എടുക്കുമെന്നും പറഞ്ഞ് ബാഗൊക്കെ ആയിട്ട്
രവിയോടും പറഞ്ഞിട്ട് സച്ചി ഇറങ്ങുകയാണ് കേട്ടോ. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇത്രയും 2 ദിവസത്തേക്കിനൊക്കെ ലോങ് ട്രിപ്പ് പോകുന്നതല്ലേ, എൻ്റെ ഫോൺ വെച്ചോന്നും പറഞ്ഞിട്ട് രേവതി കൊടുക്കുന്നുണ്ട്. അതൊന്നും ശരിയാവില്ല രേവതി, ഇടയ്ക്ക് ഞാൻ വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ നിന്നെ വിളിച്ചോളാം. നിനക്ക് പൂവിൻ്റെ ഓർഡറുകളൊക്കെ ഒരുപാട് വരുന്നതല്ലേ, അപ്പോൾ നിന്റെ ഫോൺ ഞാൻ കൊണ്ടുപോയാൽ അത് നിന്റെ ബിസിനസ്സിനെ ബാധിക്കും, അത് വേണ്ടാന്നും പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. എന്നാൽ സച്ചിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനുണ്ട്. ഈ സമയം ശ്രുതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. കാരണം നവീൻ ദാസിന്റെ കാര്യത്തിലും തീരുമാനമായി. ഈ വീഡിയോ വൈറലായി കഴിഞ്ഞാലേ സച്ചിയുടെയും രേവതിയുടെയും കാര്യം ആൻറ്റി നോക്കിക്കോളൂ എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുക കേട്ടോ. ഈ സമയം നമ്മുടെ രേവതി ആണെങ്കിൽ ശരത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ശരത്തെ സച്ചിയേട്ടൻ്റെ ഫോൺ കാണാതെ പോയി, എനിക്ക് ഫോണിനെ കുറിച്ചൊന്നും നന്നായിട്ട് അറിയില്ല, നീ എൻ്റെ കൂടെ ഒരു മൊബൈൽ ഷോപ്പ് വരെ വരണം, സച്ചിയേട്ടനൊരു പുതിയ ഫോൺ വാങ്ങിക്കാനാണെന്നും പറഞ്ഞ് ശരത്തിനെയും കൂട്ടിയിട്ട് രേവതി ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് അവർ ഫോണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഷോപ്പിലുള്ള ആ പയ്യനാണെങ്കിൽ നമ്മുടെ ശരത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് ഇവനും ആ പയ്യനും ഒന്നല്ലേന്നും പറഞ്ഞിട്ട് ആ മോഷണ വീഡിയോ നോക്കിയിട്ട് ഇവനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അടുത്ത് നിൽക്കുന്നവരെ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ഇവരെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു കളിയാക്കുന്നു ഒക്കെ ഉണ്ട്. ഈ സമയം നമ്മുടെ ശരത്തിന് രേവതിക്കും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ശരത്താണെങ്കിൽ ഫോൺ നോക്കിയിട്ടും ഇല്ല കേട്ടോ. ഇങ്ങനെ അടുത്ത് നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ, അവൻ മോഷ്ടിച്ച പൈസയ്ക്ക് പുതിയ മൊബൈൽ ഫോൺ മേടിക്കാൻ വന്നിരിക്കുക, എന്തായാലും ഉടനെ തന്നെ ഇവനെ പോലീസ് തന്നെ പൊക്കിക്കോളൂ, നമുക്ക് എന്താന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സമയം മീരയും കാണുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ. പെട്ടെന്ന് തന്നെ ശ്രുതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടി ദേ ശരത്തിൻ്റെ വീഡിയോ വൈറലായിട്ടുണ്ട്, എത്ര വ്യൂസാണ് ഉള്ളതെന്ന് നോക്കിയെന്നും പറഞ്ഞിട്ട് പറയുകയാണേ. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ ഫോൺ നോക്കുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പം തന്നെ ആൻറ്റിയെ പോയി കാണിക്കട്ടെ എന്നും പറഞ്ഞ് ശ്രുതി നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ചന്ദ്രമതി അവിടെ ഉണ്ടായിരിക്കില്ല, ഭാമയുടെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ശ്രുതിയെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ ശ്രുതി പോകുന്നത്. അങ്ങനെ ഭാമയുടെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ശ്രുതിയുടെ മുഖം വല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, വല്ലാതെ വലിയൊരു സങ്കടത്തോടു കൂടിയൊക്കെ ചെല്ലുന്ന മട്ടിലാണ് ചെല്ലുന്നത്. അങ്ങനെ എന്താ ശ്രുതി, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ആൻറ്റി, ഇത് കണ്ടോന്നും പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ അത് ആൻറ്റി ടെൻഷൻ ആവില്ലെന്നും പറഞ്ഞിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ ആ വീഡിയോ നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇത് എൻ്റെ പണം മോഷ്ടിച്ച ആ വീഡിയോ അല്ലേ, അത് ഇപ്പോൾ എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അത് ആൻറ്റി പണം മോഷ്ടിച്ച വീഡിയോ ആണ്, അത് ആരാ എടുക്കുന്നതെന്ന് വരെ കൃത്യമായിട്ടുണ്ട്, ആൻറ്റി അതൊന്ന് നോക്കെന്നും പറഞ്ഞിട്ട് ഒന്നുകൂടെ കാണിക്കുകയാണേ. അങ്ങനെ വീഡിയോ ഒന്നുകൂടെ വ്യക്തമായിട്ട് നോക്കുമ്പോഴാണ് അത് ശരത്താണെന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നു കേട്ടോ. ചന്ദ്രമതിക്ക് അങ്ങ് കാലി ഇളകുന്നുണ്ട്. ഇതാ പൂ കെട്ടുന്നവളുടെ അനിയനല്ലേ, അവന് അല്ലെങ്കിലും കള്ളനാണ്, അവനാണല്ലേ എൻ്റെ പണം മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അന്നെ അവൻ പണം മോഷ്ടിക്കാൻ മാത്രമല്ല ചെയ്തത്, അവനെന്നെ തള്ളിയിടുക വരെ ചെയ്തു. ഇതേ അന്നവൻ ബൈക്ക് മോഷ്ടിച്ചില്ലേ, അവൻ കള്ളൻ തന്നെയാന്ന് പറയാനേ. അപ്പോഴേക്കും ഭാമ ചോദിക്കുന്നുണ്ട്, സ്വന്തം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി അവനൊക്കെ തോന്നിയെന്നേ. അതെ, അവൻ ബൈക്കും മോഷ്ടിച്ച അവനൊരു കള്ളൻ തന്നെയാണ്, എന്നാൽ ഇത് അവൾ പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും. എന്നിട്ട് അവളെന്നെ ആ ഫൈനാൻസേഴ്സുകാരുടെ മുമ്പിൽ നാണം കെടുത്തുക വരെ ചെയ്തു. എന്തായാലും ഇതിന് ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് തുള്ളുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ എൻ്റെ കൂടെ വാ, നമുക്ക് അവിടെ വരെ പോകണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെയും കൂട്ടിയിട്ട് ചന്ദ്രമതി നേരെ ശരത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ സമയം ശരത്തും രേവതിയും കൂടിയിട്ട് ഫോൺ വാങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലക്ഷ്മിയമ്മയുടെ വീട്ടിലാണ് രേവതി ഉള്ളത്. ഈ സമയം ഓൾറെഡി നമ്മുടെ ശരത്ത് ഫോണിൽ ഈ വീഡിയോ കണ്ടിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് റൂമിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നത്. ചന്ദ്രമതിയെ കാണുമ്പോൾ തന്നെ രേവതി പെട്ടെന്ന് അങ്ങ് ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ. അമ്മ എന്താ ഇവിടെയെന്നും ചോദിച്ചിട്ട് രേവതി അങ്ങ് ചെല്ലുന്നുണ്ട്.
ഇതിനു മുൻപായിട്ട് ശരത്താണെങ്കിൽ രേവതിയെ വീട്ടിലേക്ക് വിട്ടിട്ട് സിം എടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൻ്റണിങ്ങിനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. ആൻ്റണി പറയുന്നുണ്ട്, ദേ നോക്ക് ശരത്തെ, നിന്റെ ആ വീഡിയോ വൈറലായിട്ടുണ്ട്. ഇനി നീ എൻ്റെ കൂടെ കൂടുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ നിന്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരത്ത് പറയുന്നുണ്ട്, ദേ വേണ്ട ചേട്ടാ, എനിക്ക് പഠിക്കണം, എൻ്റെ കുടുംബം നോക്കണം, ഞാനിനി ഒന്നിനുമില്ല, നിങ്ങളുടെ കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നാൽ ആൻ്റണി പറയുന്നുണ്ട്, എടാ നിന്റെ ആ വീഡിയോ വൈറലാക്കിയത് ആ സച്ചിയാണ്, അവൻ്റെ പരിപാടിയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എരിവ് കയറ്റി കൊടുക്കാൻ നോക്കുന്നുണ്ട്. അതെ, സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ഇത് നിങ്ങളുടെ കൂടെ ഞാൻ കൂടില്ല എന്നും പറഞ്ഞിട്ട് ആണ് കേട്ടോ ശരത്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ശരത്ത് ടെൻഷൻ അടിച്ച് റൂമിൽ ഇരിക്കുകയാണല്ലോ. ചന്ദ്രമതിയാണെങ്കിൽ വരുന്ന വരവിന് എവിടെയടി അവൻ നീയൊക്കെ കൂട്ടി പെരയ്ക്കകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോന്നും ചോദിച്ചിട്ട് രേവതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ നേരെ ശരത്തിൻ്റെ റൂമിലേക്കാണ് കേട്ടോ ചന്ദ്രമതി കയറി ചെല്ലുന്നത്. അങ്ങനെ ശരത്തിൻ്റെ കോളറിന് പിടിച്ചിട്ട് ചന്ദ്രമതി വലിച്ച് ഹോളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അവിടെ ശരത്ത് പ്രതികരിക്കുന്നൊന്നുമില്ല. കാരണം ഈ വീഡിയോ തൻ്റെ ചെയ്തു പോയ തെറ്റ് എല്ലാവരും കണ്ടെന്നുള്ള കുറ്റബോധത്തിൽ ശരത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ തല്ലെല്ലാം കൊള്ളുകയാണ് കേട്ടോ. ചന്ദ്രമതി നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഈ സമയം ദേവും നമ്മുടെ ലക്ഷ്മി അമ്മയും രേവതിക്ക് ഒന്നും കാര്യം മനസ്സിലാവുന്നില്ല. എന്താ ഈ കാണിക്കുന്നതെന്ന് എന്താന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി വീണ്ടും അടിക്കുകയാണ് കേട്ടോ. ഇവൻ കള്ളനാണ്. രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ അവനെ തല്ലുന്നതെന്നേ? അതെ, ഇവനെയൊക്കെ കൈകൊണ്ടല്ല തല്ലേണ്ടത്, ചെരുപ്പൂരി തല്ലണമെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ചെരുപ്പ് ഒരു ഊരിട്ട് ശരത്തിനെ അടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി കയ്യങ്ങ് കയറി പിടിക്കുന്നുണ്ട്. മതിയമ്മേ, ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു, അമ്മയാണല്ലോ എന്ന് ഓർത്തിട്ട് എന്തിനാ ഇവനെ തല്ലുന്നതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് ലക്ഷ്മിയമ്മയും പറയുന്നുണ്ട്, ഇത്രയും നാള് ഞങ്ങളെല്ലാം ക്ഷമിച്ചതാണ്, മകളെ കെട്ടിച്ചു വിട്ടല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ അപമാനിച്ചതെല്ലാം ഞങ്ങൾ സഹിച്ചു. എന്നാൽ ഇത് എൻ്റെ മോനെ എന്തിനാണ് നിങ്ങൾ തല്ലുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതിയാണ് അതിന് മറുപടി പറയുന്നത്, അതെ, തെറ്റ് ചെയ്തവനെ തല്ലുകയല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്. തെറ്റോ, ഇവന് എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണേ. അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി നീ ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നേ. അങ്ങനെ ശ്രുതി ആ വീഡിയോ എടുത്തിട്ട് രേവതിനെയും ദേവു ലക്ഷ്മിയമ്മയും എല്ലാ വീഡിയോ കാണുകയാണ് കേട്ടോ. അങ്ങനെ രേവതി ആകെ തകർന്നു പോവാണ്. എല്ലാവരും ഞെട്ടുകയും ഒപ്പം അവരെല്ലാവരും പൊട്ടിക്കരയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി അടി നിർത്തിയപ്പോൾ ശരത്ത് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണല്ലോ. ലക്ഷ്മിയമ്മ വീണ്ടും പിടിച്ചിട്ട് ശരത്തിനിട്ട് കൊടുക്കുകയാണ്. നീ എന്തിനാടാ ഇങ്ങനെ കുടുംബത്തിനെ നാണം കേടാക്കാനായിട്ട്, നീ എൻ്റെ വയറ്റിൽ പിറന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ലക്ഷ്മിയമ്മയെ അടിക്കാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, കൊള്ളാം എല്ലാത്തിൻ്റെയും നാടകം. എന്തായാലും ഇത് ഇവൻ തന്നെ ചെയ്തതായിരിക്കില്ലല്ലോ, കുടുംബം മൊത്തത്തോടുകൂടി പ്ലാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ അല്ലേ, നീയൊക്കെ പണത്തിന് വേണ്ടി എന്തോ ചെയ്യുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി വായിൽ വന്നതെല്ലാം അങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ശരത്തിനെ പിടിച്ച് വലിച്ച് കോളറിന് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചിറക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഒച്ചയും ബഹളവും കേട്ടിട്ട് വീടിൻ്റെ അയൽവാസികളെല്ലാം വെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതിയും ദേവു ലക്ഷ്മിയമ്മയും എല്ലാം പറയുന്നുണ്ട് ചന്ദ്രമതിയോട്, അമ്മ ഒന്ന് ക്ഷമിക്കമ്മേ, അവൻ കൊച്ചു പയ്യനല്ലേ എന്നൊക്കെ. ഇവൻ കൊച്ചു പയ്യനോ? നിൻ്റെയൊക്കെ കള്ളത്തരം മുഴുവൻ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം. ഇവനെ ഞാൻ ഇപ്പം തന്നെ ജയിലിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞിട്ട് വലിച്ചിങ്ങനെ കോളറിന് വലിച്ച് മുറ്റത്തൂടെ കൊണ്ടുപോകാം കേട്ടോ. ഈ സമയം രേവതി കാല് പിടിച്ച് പറയുന്നുണ്ട്, അമ്മ ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കുന്നേ. എന്നാൽ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതിക്ക് കൂടുതലായിട്ട് എരിവ് കയറ്റി കൊടുത്തിട്ടും കൂടി കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് നാട്ടുകാർ ഇടപെടുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, അവൻ ഒരു കൊച്ചു പയ്യനല്ലേ എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ശരത്തിനെ അങ്ങ് വിടിവിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ സ്ഥലത്തും ഇല്ല. രേവതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നാട്ടുകാരുടെ എല്ലാവരുടെയും മുമ്പിൽ ഇത്രയും നാളത്തെ അഭിമാനവും കൂടി പോയല്ലോ, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയൊക്കെ ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ അവിടെ നിന്നും ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് എന്തായാലും നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ അവർ പോയി കഴിയുമ്പോഴേക്കും ശരത്താണെങ്കിൽ പൊട്ടിക്കരഞ്ഞോണ്ട് രേവതിയുടെ കാലിലങ്ങ് വീഴുകയാണ് കേട്ടോ. ചേച്ചി എന്നോട് ക്ഷമിക്ക് ചേച്ചി, എനിക്കറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് കരയാണ്. അപ്പോഴേക്ക് രേവതിയാണെങ്കിൽ, നീ എന്താ ശരത്ത് ഈ കാണിച്ചത്, നീ എന്തായാലും ഇത് സച്ചിയേട്ടനറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ, സച്ചിയേട്ടന് നിന്നെക്കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും ഇങ്ങനെ കരയുന്നുണ്ട്.
ഈ സമയം ശരത്ത് പറയുന്നുണ്ട്, ചേച്ചി അത് ചേച്ചി സച്ചേട്ടന് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് പറയാണേ. അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്താടാ നീ പറയുന്നേ? അതെ അതെ ചേച്ചി, സച്ചേട്ടന്റെ ഫോണിൽ ഈ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ സച്ചേട്ടന്റെ ഫോണിൽ നിന്നാണ് ഈ വീഡിയോ ലീക്ക് ആയിരിക്കുന്നതെന്ന് പറയാണേ. അപ്പോഴേക്ക് രേവതി വീണ് ചോദിക്കുന്നുണ്ട്, എന്താ ശരത്തെ, എന്താ നീ പറഞ്ഞത്? അതെ അതെ ചേച്ചി, ഈ കാര്യങ്ങളെല്ലാം സച്ചിയേട്ടൻ നേരത്തെ അറിഞ്ഞതുകൊണ്ടാണ് എൻ്റെ കൈ സച്ചിയേട്ടൻ തല്ലി ഓടിച്ചതെന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോഴേക്ക് രേവതിയും ലക്ഷ്മിയമ്മയും എല്ലാം അങ്ങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവാണ്. അങ്ങനെ രേവതിയാണെങ്കിൽ പറയുന്നുണ്ടോ, ഈശ്വര ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഈ ഒരു കാര്യത്തിന് സച്ചേട്ടനെ എത്രമാത്രം ഞാൻ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് അറിയാട്ടോ. അപ്പോഴേക്ക് ലക്ഷ്മിയമ്മയും പറയുന്നുണ്ട്, എടാ മഹാഭാവി, ഈ ഒരു കാരണം കൊണ്ട് നിന്റെ കൈ തല്ലി ഓടിച്ചതിൻ്റെ പേരിൽ സച്ചിനെ എല്ലാവരും കൂടിയിട്ട് എത്രമാത്രം കുറ്റപ്പെടുത്തി. പാവം സച്ചിമോൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയും രേവതിയും ഒക്കെ കരയാട്ടോ. രേവതിയും പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ ഞാൻ സച്ചേട്ടനെ ഒരുപാട് ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക് ചന്ദ്രമതി എത്തുന്നുണ്ട് കേട്ടോ. നല്ല കലി തുള്ളി ഇങ്ങനെ ചന്ദ്രമതി വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ വായിൽ വന്നതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാണ്. രവീന്ദ്രനാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് രവിയാണെങ്കിൽ മിണ്ടാതിരിക്കാനല്ലോ ചന്ദ്രമതി പറയുന്നുണ്ട്, ദേ നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ, നിങ്ങൾ കൊണ്ടുവന്ന മരുമകളുടെ ഗുണം കണ്ടില്ലേ, അവളും കൊള്ളാം അവളുടെ വീട്ടുകാരും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസത്തെ ഓട്ടം കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നും അറിയാതെ സച്ചി വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിൽ എത്തുമ്പോഴാണ് രേവതി വീട്ടിലാണെന്ന് അറിയുന്നതും ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയുന്നതും. സച്ചിക്ക് ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട്. കാരണം ഇതെല്ലാവരും അറിഞ്ഞല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, എനിക്ക് രേവതിയുടെ അടുത്തേക്ക് പോകണം അച്ഛാ, ഞാൻ പോയി രേവതിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാന്ന് പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി ആണെങ്കിൽ പറയുന്നുണ്ട്, ദേ എന്തായാലും ആ വീട്ടിൽ നിന്ന് അവളെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണേ. അങ്ങനെ സച്ചിയും ചന്ദ്രമതിയും തമ്മിൽ നല്ല വാക്കുതർക്കം നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും കണ്ട കള്ളന്മാർക്കും തെമ്മാടികൾക്കും ഒന്നും താമസിക്കാനുള്ളതല്ല, ഇതെൻ്റെ വീടാണ്, ഈ വീട്ടിൽ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അതെ എന്നാ പിന്നൊന്ന് കാണണം, രേവതി എൻ്റെ ഭാര്യയാണെങ്കിൽ അവൾ ഈ വീട്ടിൽ തന്നെ താമസിക്കുമെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതിയെ വെല്ലുവിളിച്ചിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. ഈ സമയം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഈ വീഡിയോ അവരെല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ പോലീസുകാർ പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും വൈറലായ സ്ഥിതിക്ക് ഇവനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയും കൂടിയിട്ട് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കംപ്ലൈൻറ്റ് കേസ് കൊടുക്കാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണല്ലോ. അങ്ങനെ ചന്ദ്രമതിയോട് ഇവരെ പോലീസുകാരെ വിവരങ്ങളൊക്കെ വന്ന് അന്വേഷിക്കുമ്പോഴാണ് കേട്ടോ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അങ്ങനെ അവർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ശരത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ പോലീസുകാരെ കാണുന്നതും ശരത്ത് പോയി പെട്ടെന്ന് തന്നെ ടെറസിൻ്റെ മുകളിലായിട്ടൊക്കെ ഒളിച്ചിരിക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് തന്നെ ലക്ഷ്മിയമ്മ രേവതിനെയും സച്ചിയൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ എത്തുമ്പോൾ സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട്, സാറേ അവനെ വെറുതെ വിടണം, അവൻ കൊച്ചു പയ്യനാണ്, ഇത് വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല, അവരുടെ വീട്ടുകാര് അത് എൻ്റെ അമ്മയാണ്, ഞങ്ങളുടെ 2 കുടുംബക്കാരുടെ ഇടയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അവനെ കള്ളനെന്ന് വിളിച്ച് കളിയാക്കിയതിൻ്റെ പേരിൽ ഒരു വാശിക്ക് അവൻ ചെയ്തതാണ്, എന്നാൽ ആ പൈസയെല്ലാം അവൻ തിരിച്ചും കൊടുത്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയുടെ കയ്യിൽ ഈ പൈസ തന്നതാണെന്നും പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ട് പൈസ സച്ചി കൊടുത്തല്ലോ. അങ്ങനെ പോലീസുകാർ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾക്കിപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല, കാരണം ഇത് സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായിരിക്കുകയാണ്, നാളെ സമൂഹം മൊത്തം ഞങ്ങളോട് ചോദ്യം ചെയ്യും, ഇത്രയും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കാത്ത എന്താണെന്ന്, എന്തായാലും ഞങ്ങൾക്ക് അവനെ കൊണ്ടുപോയേ പറ്റുമെന്ന് പറയാനേ. അങ്ങനെ ശരത്ത് പേടിച്ച് പോയി ഇരിക്കുകയാണല്ലോ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, സാർ എന്തായാലും ഞങ്ങൾ അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം, സാർ ഇപ്പോൾ പോകണമെന്നും പറഞ്ഞിട്ട് പോലീസുകാരെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണേ.
ഈ സമയം നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയോട് ചോദിക്കുന്നുണ്ട് ശരത്ത് എന്ത് ചെയ്യുന്നേ. അങ്ങനെ സച്ചി മുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ശരത്താണെങ്കിൽ ടെറസിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഞാൻ ഇപ്പൊ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ്. അങ്ങനെ സച്ചി അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇനി അടുത്തേക്ക് വരരുത്, ഞാൻ ചാടുമെന്നും പറഞ്ഞിട്ട്. ഈ സമയം താഴെ എല്ലാവരും പേടിച്ച് നിൽക്കുവാണ്, ശരത്ത് ചാടുമെന്ന് പേടിച്ചിട്ട്. എന്നാൽ സച്ചിയാണെങ്കിൽ അവനെ ഓരോന്നും പറഞ്ഞിങ്ങനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരത്തെ ചാടരുത്, ഇത്രയും ചെറിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാൽ നീ ഒരിക്കലും മരിക്കില്ല, പകരം നിന്റെ എല്ലുകളൊക്കെ ഒടിയത്തേ ഉള്ളൂ. നിസ്സാര നിന്റെ ഒരു കൈയുടെ എല്ലൊടിഞ്ഞിട്ട് നിനക്ക് ആ വേദന സഹിക്കാൻ പറ്റുമോ? പിന്നെ നിനക്ക് എങ്ങനെ ഈ വേദന സഹിക്കാൻ പറ്റും? നീ അത് ചെയ്യല്ലെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പതുക്കെ പറഞ്ഞ് ശരത്തിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരത്തിന്റെ അടുത്ത് എത്തിയിട്ട് പെട്ടെന്ന് തന്നെ ശരത്തിനെ വലിച്ചങ്ങ് താഴെ ഇടുകയാണ്. അങ്ങനെ ശരത്തിനെ വിളിച്ചിട്ട് സച്ചി പറയുന്നുണ്ട്, സച്ചിയുടെ എന്നെ വിട്, എനിക്കിനി നാണം കെട്ടിട്ട് ജീവിക്കണ്ട, എനിക്ക് മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. ഭയങ്കര ടെൻഷൻ അടിച്ച് മാനസിക നില തെറ്റിയൊരവസ്ഥയിൽ നിൽക്കുകയാണ്. സച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, എടാ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, എന്ത് പ്രശ്നം വന്നാലും ഇതൊക്കെ ഒരു നിസ്സാര കാര്യമല്ലേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ശരത്തിനെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രേവതിയോടും പറയുന്നുണ്ട്, രേവതി വാ നമുക്ക് പോയിട്ട് സ്റ്റേഷനിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ കൊണ്ടുപോയിരിക്കുകയാണല്ലേ. ലക്ഷ്മിയമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്, ദേവുമെല്ലാം ഇവരുടെ എല്ലാം സങ്കടം കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ അവർ നേരെ സ്റ്റേഷനിൽ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് സച്ചി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ല ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാൻ കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ സച്ചി ശ്രുതിയെ പൂട്ടുവോ, ഫോണ് മോഷ്ടിച്ചത് ശ്രുതിയാണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.